തിരുവനന്തപുരത്ത് രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. എറണാകുളത്തും ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. 7 ജില്ലകളിൽ നിന്ന് മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കുക. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയൊക്കെ എറണാകുളത്തും കനത്ത ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടായിരുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മാധു, നിലവിൽ സംസ്ഥാനത്ത് ഇന്ന് ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി അത് കുറഞ്ഞ ഒരു ഘട്ടത്തിലാണ് കാലവർഷം എത്താൻ വൈകുമെന്ന് ഈ IMDയുടെ ഡയറക്ടർ നിത കെ ഗോപാൽ വ്യക്തമാക്കിയത്. തലസ്ഥാനത്താണെങ്കിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്ന് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലടക്കം ഇപ്പോൾ ശക്തമായി മഴ തുടരുന്നു. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് വഴുതക്കാടാണ്. ഇവിടെ കുറച്ച് മുൻപ് വരെ മഴയുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായിട്ടും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായിട്ട് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി 11:30 മണിയോടുകൂടി 1.5 മീറ്റർ വരെ ആ തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപ്, കേരള അടക്കമുള്ള തീരപ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന ഞായറാഴ്ച വരെയാണ് ഇതേ തോതിൽ മഴ ലഭിക്കുക. തെക്ക് കിഴക്കൻ അറബിക്കടലിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് ചക്രവാത ചുഴി കൂടിയുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ വേനൽ മഴ ലഭിച്ചു വരുന്നത്. ഈ വേനൽ മഴയ്ക്കപ്പുറം കാലവർഷ മഴയെന്ന് കണക്കിലെടുക്കാൻ സാധിക്കില്ല. കാരണം വേനൽ മഴ തന്നെ ഇപ്പോൾ ലഭ്യത വലിയ രീതിയിൽ കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ IMD ഡയറക്ടർ വ്യക്തമാക്കിയത്. മറ്റൊന്ന്, കാലവർഷ മഴ ഇനി വരണമെങ്കിൽ തന്നെ 14 ജില്ലകളിൽ 8 ജില്ലകളിലെങ്കിലും തുടർച്ചയായിട്ട് 2 ദിവസം ശക്തമായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയാൽ മാത്രമേ കാലവർഷം എത്തിയെന്ന് കണക്കാക്കാൻ കഴിയൂ. എന്തായാലും മൺസൂൺ കാറ്റിന്റെ ദുർബലതയാണ് ഇപ്പോൾ മഴ ഇത്രയും ശക്തി പ്രാപിക്കാത്തതെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം. മാധു, ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്.